ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈപ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടീനേജേഴ്സിന് ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രസ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്. നമ്മളൊരു 10-12 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളുടെ ഫ്രോക്സും അല്ലെങ്കിൽ ടോപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയും കൂടി മുതിർന്ന ഒരു 18, 20, 14 തൊട്ടുള്ള വയസ്സുള്ള കുട്ടികളുടേത് വേണം എന്ന് പറഞ്ഞിട്ട് ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു 14 വയസ്സ് 13 to 14 ഏജ് ഗ്രൂപ്പിലുള്ള ഒരളവാണ് ചെയ്യുന്നത്. 32 ഇഞ്ച് 32 ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ ബാക്കി എല്ലാ അളവുകളും, അതായത് ഒരു 32 തൊട്ട് 40 വരെയുള്ള അളവുകൾ നമ്മുടെ ആപ്പിലുണ്ടാവും. ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ധാരാളം വിവരങ്ങൾ ആപ്പിലുണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ഒത്തിരി ടിപ്സും ട്രിക്സും അതുപോലെ തന്നെ മെഷീൻ പ്രോബ്ലംസിനെ കുറിച്ചും നമ്മുടെ ഫ്രോക്കിൻ്റെ തന്നെ വീഡിയോസിൻ്റെ ധാരാളം ഇഷ്ടംപോലെ ഫ്രോക്സിൻ്റെ അളവുകളും ഒക്കെ തന്നെയും അതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്രസ്സ് തയ്ക്കാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയല്ല ടോപ്പായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ചെറിയ ടീനേജേഴ്സൊക്കെ ആകുമ്പോൾ 3/4 ആംഗിൾ ലെങ്ത് ലെഗിൻ്റെ കൂടെയൊക്കെ ഒപ്പം ഇടുകയോ അല്ലെങ്കിൽ 3/4 ലെഗിൻ്റെ കൂടെയൊക്കെ ഒപ്പം ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് മെയിൻ ക്ലോത്ത് ഈ ക്ലോത്താണ്, ഓർഗൻസ ക്ലോത്താണ്. ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്ന ചെറിയ രീതിയിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് പോലെ വരുന്ന ഓർഗൻസ ക്ലോത്താണിത്. ഇതാണ് മെയിൻ ക്ലോത്ത്. ഇത് നമ്മൾ 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് ക്ലോത്ത്, ഇത് നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ് ക്ലോത്താണ്. ഇതും 3.5 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ഇത്രയും ആവശ്യം വരില്ല. ഇതുപോലെയുള്ള ഓർഗൻസ ക്ലോത്ത് ആകുമ്പോൾ ഇതുപോലെയുള്ള ക്ലോത്തുകളാണ് നല്ലത്, കാരണം ഒട്ടും നിഴലടിക്കില്ല, ഇത്തിരി കട്ടിയുള്ള ക്ലോത്താണ്. അതുപോലെ തന്നെ ലൈനിങ്ങിന് ടോപ്പ് ഭാഗത്ത് മാത്രം ഒരു ലൈനിങ് വെക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ സാധാരണ കോട്ടൺ ലൈനിങ് ക്ലോത്ത്, ഇതൊരു 1/2 മീറ്ററോ 3/4 മീറ്ററോ എടുത്താൽ മതി. ഞാനിവിടെ 1/2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം യോക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്, അതായത് ടോപ്പ് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം മെഷർമെൻറ്റ് എടുക്കുന്നത് ഈ കോട്ടൺ ക്ലോത്തിലാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ 2 ക്ലോത്ത് മാറ്റി വെക്കാം. നമുക്ക് ഈ ക്ലോത്തിൽ മാത്രം ഇപ്പോൾ മെഷർമെൻറ്റ് യോക്ക് പോർഷനിലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ സ്കേർട്ട് പോർഷനിലേക്ക് വെക്കുന്നില്ല കേട്ടോ, ഈ ക്ലോത്ത് മാത്രമേ സ്കേർട്ട് പോർഷനിൽ വരുന്നുള്ളൂ. നമ്മളിവിടെ യോക്ക് പോർഷൻ ടോപ്പ് പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ലൈനിങ് ക്ലോത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതേ ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം. ഇതിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 11.5 ഇഞ്ചൊക്കെയാണ് വേണ്ടത് കണ്ടോ. 13 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. 11.5 ഇഞ്ചാണ് വേണ്ടത്. ഞാനൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് 13 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 32 ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ 4 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി, 2 സൈഡിലും 2 ഇഞ്ച് വീതം സീം അലവൻസ് കൂടെ കൂട്ടി ഞാനിവിടെ 20 ഇഞ്ചാണ് ഫ്രണ്ട് പീസിന് എടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് പീസിന് വന്നിട്ട് 21 ഇഞ്ചും എടുക്കുന്നു. കാരണം ബാക്ക് ഓപ്പണിങ് കൊടുത്തൊരു സിപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ സിപ്പ് വെക്കുന്ന സെപ്പറേറ്റ് പടി വെക്കുന്നില്ല, ഇത് തന്നെ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരല്പം കൂട്ടിയെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്രണ്ട് പീസിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പീസിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലും മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസിൽ വന്നിട്ട് ഇത് ഇങ്ങനെ മടക്കുക, ക്ലോത്ത് കൃത്യം പകുതിയായിട്ട് ഇങ്ങനെ മടക്കുക. ലെങ്ത് സെയിം ആയിരിക്കും, വിഡ്ത്ത് പകുതിയാകുകയും ചെയ്തു. ഓക്കെ, ലെങ്ത് സെയിം 13 ഇഞ്ച് തന്നെയാണ് വരുന്നത്. വിഡ്ത്ത് ഒരു പീസിന് വന്നിട്ട് 10 ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ട് പീസ് ആകുമ്പോൾ 10 ഇഞ്ച് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ മെഷർമെൻ്റ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക്, ഇത് മുറിഞ്ഞ പോർഷനാണ്, 2ആയിട്ട് കിടക്കുന്ന പോർഷനാണ്. ഇവിടത്തേക്ക് മെഷർമെൻ്റ് ഒക്കെ നമ്മൾ എടുക്കുന്നു. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇവിടെ 13.5 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഷോൾഡറിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 6.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. അവിടെ നിന്നും താഴേക്ക് ആം ഹോളും 6.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് ഈ പോർഷൻ ഒരു ബോക്സ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് പോകാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്ക് ലെങ്ത് വന്നിട്ട് 3.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. ഇത് ഫ്രണ്ട് പോർഷനാണ്. നെക്കിൻ്റെ പോർഷനും നമ്മളിവിടുത്തെ ഒരു ബോക്സ് ആയിട്ട് തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് വരയ്ക്കുക. ഈ നെക്കിൻ്റെ ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 32 ഇഞ്ചസ് ആണ്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 4 8 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, 8 ഇഞ്ചാണ് വരുന്നത്. ഈ 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 10 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് മെഷർമെൻറ്റ് വന്നിട്ട് 28 ഇഞ്ചാണ്. ചെസ്റ്റ് 32 ആയിരുന്നു, വേസ്റ്റ് മെഷർമെൻറ്റ് 28 ആണ്. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 4
വേസ്റ്റ് മെഷർമെൻറ്റ് അപ്പോൾ 7 ഇഞ്ചാണ് വരുന്നത്. 7 ഇഞ്ച് ദേ ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 9 ഇഞ്ചിലും ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ ഇത് തമ്മിലും ജോയിൻ ചെയ്യാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ്, ഇത് കട്ട് ചെയ്യേണ്ട ലൈനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭാഗം ഈ എഡ്ജ് വന്നിട്ട് നമ്മളിത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഈ പോർഷനിൽ ഒന്ന് മുകളിലേക്കാക്കി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചരിച്ച് കട്ട് ചെയ്യുക. ഇനിയും കൈയുടെ പോർഷനും കഴുത്തിൻ്റെ പോർഷനും നമ്മൾ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്നും 1/2 ഇഞ്ച് മുകളിലേക്കാക്കി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നമ്മളിത് കഴുത്തിൻ്റെ ഭാഗവും കൈയുടെ പോർഷനും വരച്ചിട്ടുണ്ട്. ഇതേ ബാക്ക് ആം ഹോളാണ്. ഈ കടത്തി വരച്ചിരിക്കുന്ന ലൈൻ ഫ്രണ്ട് ആം ഹോളിൻ്റെയുമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഫ്രണ്ട് പീസിനാണ് വെച്ചിരിക്കുന്നത്. ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ള തുണി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ തന്നെ മടക്കിയിട്ടിട്ടുണ്ട്, ഫ്രണ്ട് പീസ് മടക്കിയിട്ട പോലെ തന്നെ. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത തുണി ഇതിൻ്റെ മീതേക്ക് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ അൺകട്ടഡ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് സിബ് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും ഒരു അല്പം കടത്തി, ഒരു 1/2 ഇഞ്ച് വേണം എന്നില്ല, ഇതേ കണ്ടോ, ഒരു 1/4 ഇഞ്ച്, 1/4 ഇഞ്ചിലും ഒരല്പം കൂടി കൂടുതലുണ്ട്. തുണി ഇവിടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇത് നമുക്ക് ഇതേ സിബിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. അതാണ് ഇത്രയും ക്ലോത്ത് ഞാൻ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ പോർഷനും കൈയുടെ ബാക്ക് ആം ഹോളും ഈ ഷോൾഡർ സ്ലോപ്പും ഈ കൈയുടെ ബാക്ക് ആം ഹോൾ ഇങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുക. ഇത് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ട് പീസ് കടത്തി കട്ട് ചെയ്തിട്ടുണ്ട്, താഴത്തെ ഭാഗം ചരിച്ച് കട്ട് ചെയ്തു. ഓക്കെ, കഴുത്തും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസാണ്. ബാക്ക് പീസ് നമ്മൾ ഒരു ബാക്ക് ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് സിപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനിയും ഇതേപോലെ തന്നെ ഈ സെയിം രീതിയിൽ തന്നെ ഈ ടോപ്പിൻ്റെ ഭാഗം നമുക്ക് നല്ല മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്കേർട്ടിൻ്റെ ക്ലോത്ത് വിടർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അല്പം വലിയ ക്ലോത്ത് ആയതുകൊണ്ട്, വലിയ പാവാട ആയതുകൊണ്ട് നമുക്ക് ടേബിളിൽ കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് താഴെയാണ് വിടർത്തിയിട്ടിരിക്കുന്നത്. അപ്പം മടക്കിയിട്ടിരിക്കുന്നത് 2 ക്ലോത്തുകൾ 2 ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതായത് ഫ്രണ്ടും ബാക്കുമായിട്ട്. നമ്മളിത് ഫുൾ സർക്കിളാണ് വരുന്നത്. ഓക്കെ, അംബർല സ്കേർട്ടാണ്. അപ്പോൾ നമ്മൾ 2 ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ് ക്ലോത്തിന്റെ, ഇവിടെ വന്നിട്ട് ഓപ്പൺ ആയിട്ടുള്ള പോർഷനാണ്. നിങ്ങൾക്കിപ്പോൾ മടക്കി ഇട്ടത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ സ്കർട്ടിന്റെ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ, ഓക്കെ, മറുസൈഡ് ഓപ്പൺ ആണ്, മാറിപ്പോകരുത്. ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ നമ്മൾ ടോപ്പിന്റെ കട്ട് ചെയ്ത ഈ ക്ലോത്ത് ഇങ്ങനെ വെക്കുക. ഇവിടെ ഈ തയ്യൽ തുമ്പായിട്ട് സീം അലവൻസ് ആയിട്ട് ഇട്ട ഭാഗം എടുക്കണ്ട, നമ്മുടെ കൃത്യം അളവ് മാത്രം എടുത്താൽ മതി. കൃത്യം അളവും ഒരു 1/2 ഇഞ്ചും കൂടി വല്ലതും എടുത്താൽ മതി. ഓക്കെ, ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ ഇതിന്റെ ടോപ്പിന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ വെക്കുക. ഇങ്ങനെ വെച്ച് വേണം നമ്മൾ ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ ഇങ്ങനെ വെച്ച്, ഓക്കെ, ഇങ്ങനെ ഒന്ന് വരയ്ക്കുക, മാർക്ക് ചെയ്യുക. ഇതൊന്ന് മാർക്ക് ചെയ്ത് പോവുക. അതെ, ഇവിടെ ഒരു മാർക്കിങ് നമ്മളിത് ഇങ്ങനെ ചെറുതായിട്ട് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ആയതുകൊണ്ട് കൃത്യമായിട്ട് മാർക്കിങ് കാണില്ല. ഓക്കെ, ഇങ്ങനെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കിങ്ങിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, മെഷർ ചെയ്ത് നോക്കുക. നമ്മുടെ ഹിപ്പ് പോർഷൻ നമ്മൾ 28 ഇഞ്ചായിരുന്നു എടുത്തത്, ഓർക്കുന്നില്ലേ? വേസ്റ്റ് പോർഷൻ, ഈ ടോപ്പിൻ്റെ ഈ ഭാഗം, ഈ വേസ്റ്റിൻ്റെ 4/1 ഇവിടെ എടുക്കേണ്ടത്, അതായത് 7 ഇഞ്ച് വരണം. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ ഏകദേശം എന്നൊന്ന് നോക്കുക. അപ്പോൾ ഏകദേശം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരല്പം കർവ് ചെയ്ത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഏകദേശം 5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 5 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് നമുക്കിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു കർവായിട്ടത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് ആദ്യം ആ മാർക്കിങ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതിനെ ഒരല്പം കേർവ്ഡ് ആക്കി ഇങ്ങനെ ഓക്കെ, ദേ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ആ ഒരു 7 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെയും ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കൂടിയായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ, അത് ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 7.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും താഴേക്ക് 35 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഈ 35 ഇഞ്ചും വേണം. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ലെങ്ത്, ഈ 35 ഇഞ്ച് ഇതേ ഞാനിങ്ങനെ ഇതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗവും കട്ട് ചെയ്തു, അതുപോലെ തന്നെ താഴത്തെ പോർഷനും കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ വരുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ വിടർത്തി എടുക്കുക. അപ്പോൾ നമുക്ക് ഫുൾ സർക്കിളിലുള്ള 2 പീസാണ്. ഇത് ഫ്രണ്ട് പീസായിട്ടും ഇത് ബാക്ക് പീസായിട്ടും യൂസ് ചെയ്യുന്ന
ഫുൾ സർക്കിളിലുള്ള ഒരു അടിപൊളി അംബ്രല്ല സ്കർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മോഡലിൽ തന്നെ നിങ്ങൾ ലൈനിങ് ക്ലോത്ത് കൂടി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ് ക്ലോത്ത് ഇതിലേക്ക് വെച്ച് ഈ പോർഷൻ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. ഫ്രണ്ടും ബാക്കും 2 പീസും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്കേർട്ട് കട്ട് ചെയ്ത ബാലൻസ് പോർഷനിൽ നിന്നും നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ഉണ്ട്, എന്നാലും ഞാൻ ഫാസ്റ്റ് ആയിട്ടൊന്ന് പറയുകയാണ്. നമ്മളിവിടെ 3/4 സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവിന് നമ്മൾ ലൈനിങ് ക്ലോത്ത് വെക്കുന്നില്ല കേട്ടോ. ഈ നെറ്റും ഈ ക്ലോത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് എനിക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ചിന് നമ്മളൊരു 14.5 ഇഞ്ച് ലെങ്തിലാണ് ക്ലോത്ത് എടുക്കേണ്ടത്. ഓക്കെ, 14.5 ഇഞ്ച് ലെങ്ത് ക്ലോത്ത് എടുത്തു. അതുപോലെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഏകദേശം 10 ഇഞ്ചോളം വരുന്നുണ്ട്. നമ്മൾ കൈക്കുഴിയേക്കാൾ 2.5-3 ഇഞ്ച് അധികം ഇട്ട് വേണം ക്ലോത്തിൻ്റെ വീതി എടുക്കാനായിട്ട്. ക്ലോത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാനിവിടെ ഒരു 3 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഓർഗൻസ ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടണം എന്നൊന്നുമില്ല. നമ്മുടെ മറ്റ് തുണികൾ വരയ്ക്കുന്ന പോലെയല്ല, ഇതൊരല്പം എന്നിട്ടിതിങ്ങനെ ഷേപ്പ് ചെയ്ത് താഴേക്ക് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അടിയിലത്തെ ഭാഗം വരുമ്പോൾ ഞാനിവിടെ വിട്ട് മാർക്ക് ചെയ്യുന്നില്ല, കാരണം അടിയിൽ ഞാനൊരു എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അടിയിലും ഈ ഫുൾ വിട്ട് തന്നെ എടുക്കുകയാണ്. ഇവിടെ നിന്നും ഇങ്ങനെ ഒരല്പം സ്ലാൻഡിങ് ആയിട്ട് ഇതേ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് ടോപ്പ് പോർഷൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസിൽ ഞാൻ ഇവിടെ നല്ല ക്ലോത്തും ഈ ഓർഗൻസ ക്ലോത്തും അതുപോലെ തന്നെ ക്രേപ്പ് ക്ലോത്തും ഇതേ മെഷർമെൻറ്റിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിൽ മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തിരുന്നുവല്ലോ. എന്നിട്ട് നമ്മുടെ ഈ ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മീതേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം നല്ല ക്ലോത്ത് വെച്ചു. ഓക്കെ, അതിൻ്റെ താഴെയായി നമ്മൾ വെക്കുന്ന ക്രേപ്പ് ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗമാണ് നമ്മുടെ നേരെ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ദേ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കഴുത്തിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളഞ്ഞ് കഴുത്തിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. പിന്നെ സ്ലീവ്ലെസ് ആണ് നിങ്ങൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കൈയുടെ ഈ ഭാഗം കൂടി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് വെക്കുന്നത് കൊണ്ട് ഇവിടം സ്റ്റിച്ച് ചെയ്യുന്നില്ല. സ്ലീവ്ലെസ് ഫ്രോക്കിൻ്റെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ സ്ലീവ്ലെസ് ആണ് വെക്കുന്നത് എന്നുള്ളവർ അതുകൂടി ഒന്ന് നോക്കിക്കൊള്ളുക. ഇനി നമ്മളിത് ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെയും ഇതേപോലെ തന്നെ ഓർഗൻസ ക്ലോത്ത് ആദ്യം അതിൻ്റെ താഴെയായിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓർഗൻസയുടെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് നമ്മൾ മെഷർമെൻ്റ് എടുത്ത ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതേപോലെ തന്നെ കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഈ ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ വരെയും സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇതിങ്ങനെ കട്ട് ചെയ്ത് ഈ കഴുത്തിൻ്റെ പോർഷനും കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിത് ഈ ബാക്ക് പീസിൻ്റെ കഴുത്തിൻ്റെ പോർഷൻ ഇതേ കണ്ടോ ഇവിടെ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കഴുത്തിൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്തു, ഈ ഭാഗവും കട്ട് ചെയ്ത് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ പീസും നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മളിത് റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ചിൽ കൊള്ളരുത്, സ്റ്റിച്ചിൽ കൊള്ളാതെ വളരെ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ റിവേഴ്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ലൈനിങ് ക്ലോത്ത് ബാക്കിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ പോർഷൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇതേപോലെ തന്നെ ബാക്ക് പീസും നമുക്ക് ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുക്കാം. ഈ ബാക്ക് പീസും നമ്മൾ ഇതുപോലെ തന്നെ റിവേഴ്സ് ചെയ്ത് കഴുത്തിൻ്റെ ഭാഗവും ഈ ബാക്ക് ഓപ്പണിങ്ങും കണ്ടോ ഇങ്ങനെ എടുക്കുക. ഇതേപോലെ തന്നെ ഈ പീസും റിവേഴ്സ് ചെയ്തെടുക്കുക. ബാക്ക് പീസും നമ്മൾ ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് പീസിൽ ഈ ബാക്ക് ഭാഗത്തായിട്ട് നമ്മളൊരു സിപ്പ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിപ്പ് ഇതുപോലെ വെച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ തയ്യൽ തുമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ച് ഉണ്ടോ ഇങ്ങനെ തയ്യൽ ഈ സിപ്പ് കാണാത്ത രീതിയിൽ ഉള്ളിലേക്കാക്കി വെച്ച് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ പുറമേ കൂടി നല്ല വശത്തു കൂടി തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ സിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുട്ട് ചേഞ്ച് ചെയ്യുക, സിപ്പിൻ്റെ ഫുട്ട് തന്നെ ഇട്ട് തയ്ക്കുക, എന്നാൽ മാത്രമേ നന്നായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സിപ്പ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കണ്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഇതിവിടെയും കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഈ പീസിലെയും സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പം സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യുക. ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് ഉണ്ട്. അറിയാൻ പാടില്ലാത്തവർ അതൊന്ന് നോക്കുക.
ഇതിൻ്റെ നല്ല ഭാഗവും ഈ ടോപ്പ് പോർഷൻ്റെ നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ച് ഷോൾഡർ ഇത് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യുക. ഇതേപോലെ തന്നെ ഈ ഭാഗത്തും ജോയിൻ ചെയ്തെടുക്കുക. അതോടൊപ്പം ഇതിൻ്റെ അടിഭാഗവും കൂടി മടക്കി തയ്ക്കുക. പിന്നെ എന്തെങ്കിലും ഞാനിവിടെ ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും വെക്കും അല്ലെങ്കിൽ ഫ്രില്ല് വെക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. നമ്മളിത് സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഫ്രണ്ട് ഭാഗത്തിലേക്ക് നമ്മളിത് ഇവിടെ ആ സ്കേർട്ടിൻ്റെ പോർഷൻ നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്തിട്ട് ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ലൈനിങ് ക്ലോത്തുമായിട്ട് ഇത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ക്ലോത്തും സെയിം ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ബാക്ക് പീസും അറ്റാച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ഈ ഭാഗം തൊട്ട് സ്ലീവിൻ്റെ ഈ പോർഷൻ തൊട്ട് ഇങ്ങനെ ഇവിടെ വരെയും താഴെ വരെയും കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അടിഭാഗം മടക്കി തയ്ക്കുക. ലൈനിങ് ക്ലോത്തിൻ്റെ അടിഭാഗവും മടക്കി തയ്ക്കുക. ഇത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അംബ്രല ഫ്രോക്കായിട്ടും ടോപ്പായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു ഡ്രസ്സാണിത്. നല്ല ഫുൾ ഫ്ലെയർ, ഫുൾ അംബ്രല സ്കേർട്ടാണിത്. ഫുൾ സർക്കിൾ വരുന്ന നല്ല ഫ്ലെയർ കിട്ടുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.